Good afternoon. Good afternoon. Good afternoon. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അല്ലേ, വരുന്നത് വരെ. വെയിറ്റ് ചെയ്യാൻ ടീച്ചർ വരുമായിരിക്കും. ടീച്ചർ ഭക്ഷണം കഴിച്ചോ? എന്താണ് ശുഭ? ഭക്ഷണം കഴിച്ചോ? ഞാൻ ഭക്ഷണം കഴിച്ചു. ഞാൻ നേരത്തെ കഴിച്ചു. 12:30 ക്ലാസ് ഉണ്ടായിരുന്നു, അപ്പൊ അതിനു മുമ്പേ കഴിച്ചു. ശുഭ കഴിച്ചോ? ശുഭ ഭക്ഷണം കഴിച്ചോ? എന്തോ കഴിച്ചില്ല മേഡം. ഞാൻ ഭക്ഷണം കഴിച്ചില്ല, കാരണം എന്റെ ഹസ്ബൻഡ് ശബരിമലയ്ക്ക് പോയേക്കുവായിരുന്നേ. ഇപ്പം ഇങ്ങനെ ഇറങ്ങിയതേ ഉള്ളൂ, ഇപ്പൊ കൊണ്ട് കെട്ട് താത്തിയതേ ഉള്ളൂ. അപ്പൊ പുള്ളിക്കാരൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അല്ല, തിരികെ ഇപ്പൊ എത്തും? ഇപ്പൊ എത്തി. ഇപ്പൊ ഇറങ്ങി, ഇപ്പൊ ഇറങ്ങി കെട്ട് താത്തിയതേ ഉള്ളൂ. ഇന്നലെ വെളുപ്പിനെ 5 മണിയായപ്പം ഇവിടുന്ന് പോയി. ഇപ്പം വന്നിങ്ങ് ഇറങ്ങിയതേ ഉള്ളൂ, കെട്ട് താഴ്ത്തിയതേ ഉള്ളൂ. കൊച്ചിനെയും കൂടെ വിടണോന്നോർത്തിരുന്നതാണേ. അപ്പം എന്റെ അനിയത്തി മരിച്ചുപോയി, അതുകൊണ്ട് ഞങ്ങൾക്ക് അവക്ക് പോകാൻ പറ്റിയില്ല. മോനാണോ മോളാണോ? മോളാ. മോളാണ്. ഒരു മോളുള്ളോ? ഒരാളേ ഉള്ളൂ. എത്ര വയസ്സായി? 3 വയസ്സ്. അവളെയും കൂടെ വിടണോന്ന് വിചാരിച്ചിരുന്നതാണ്. അവൾക്ക് 5 വർഷം അവളെ കൊണ്ടുപോയേക്കാന്ന് നേർച്ചയുണ്ട്. 5 വർഷം ശബരിമലയ്ക്ക് കൊണ്ടുപോയേക്കാന്ന്. അപ്പൊ പെൺകുട്ടിയല്ലേ, അപ്പൊ നമുക്ക് 5 വർഷം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒക്കെ എല്ലാവർക്കും പെട്ടെന്ന് പീരിയഡ്സ് ആവില്ലേ. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഈ വർഷം എന്തായാലും കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിരുന്നതാ. അപ്പൊ എന്റെ അനിയത്തി മരിച്ചുപോയി. അപ്പൊ അവൾക്ക് ഇപ്പൊ ഇലയാണല്ലോ, 1 വർഷത്തേക്ക് പോകത്തില്ലല്ലോ. എലിപ്പനിയായിരുന്നു. അനിയത്തിയോ? എന്റെ സ്വന്തം അനിയത്തി. ഞങ്ങള് 2 കുട്ടികൾ. ഫെബ്രുവരി 17-ാം തീയതി, ഈ 2025 ഫെബ്രുവരി 17. ഞാനുണ്ടല്ലോ ടീച്ചർ, ശരിക്കും നമ്മുടെ 9th ബാച്ചിലായിരുന്നു. എന്നിട്ട് ആ സമയത്താണ് അവള് മരിക്കുന്നത്. അപ്പൊ പിന്നെ പഠിക്കാനും പറ്റില്ല, ക്ലാസ് ഒക്കെ മിസ്സായി. പിന്നെ എന്തായാലും നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഒരു മാനസികാവസ്ഥ അപ്പൊ അങ്ങനെയാലോ. അതുകൊണ്ട് ഞാൻ നമ്മുടെ ജയദേവ് സാറിനെ വിളിച്ചു, ഇനി പഠിക്കണില്ല, കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ സാറ് സമ്മതിച്ചില്ല. സാറ് പറഞ്ഞു, എത്ര സമയം വേണമെങ്കിലും എടുത്തോ, എന്നിട്ട് മൈൻഡ് സെറ്റ് ആകുമ്പോൾ ഓക്കെ ആയി കഴിയുമ്പോൾ അറിയിച്ചാൽ മതി, അന്നേരം പുതിയ തുടങ്ങുന്ന ബാച്ചിന്റെ കൂടെ പിന്നെ പഠിച്ചാൽ മതി, അതുകൊണ്ട് നിർത്തണ്ടാന്ന് പറഞ്ഞ് സാറ് ഒത്തിരി പറഞ്ഞു. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ ബാച്ചിന്റെ കൂടെ ആയത്. അല്ലെങ്കിൽ 9ാമത്തെ ബാച്ചുകാരുടെ കൂടെ ഉണ്ടായിരുന്നതാ ഞാൻ. അപ്പോ ബാച്ചിന്റെ കൂടെ എത്ര നാളുണ്ടായിരുന്നു? 3 മാസമൊക്കെ ഉണ്ടായിരുന്നു. 3 മാസം ഉണ്ടായിരുന്നു അല്ലേ? അത് കഴിഞ്ഞാണ് 3-4 മാസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ഇതായത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റിലൊക്കെ ഇങ്ങനെ എലിപ്പനിയുടെ മഞ്ഞപ്പിത്തത്തിന്റെ ഒക്കെ പഠിപ്പിക്കുമ്പോ എനിക്ക് ഭയങ്കര വിഷമം. നമുക്ക് അന്നേരം ഓർമ്മ വരുമല്ലോ. എന്തോ? അല്ല 24 വയസ്സായിരുന്നു ടീച്ചർ. 24 വയസ്സുണ്ടായിരുന്നുള്ളൂ അല്ലേ? അത് അവൾക്കുണ്ടല്ലോ, എന്റെ അമ്മയുടെ കാലിന് മുട്ടിനൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു.
അപ്പൊ ഞങ്ങള് കോലഞ്ചേരി മെഡിക്കൽ കോളേജിലായിരുന്നു. അവിടെ വെച്ച് മുട്ട് മാറ്റി വെച്ചതാണേ. അപ്പൊ മുട്ടിന്റെ അത് ഈ കിഡ്നി സ്റ്റോൺ ഒക്കെ വരുന്നത് പോലെ മുട്ടിന്റെ ഉള്ളിൽ കല്ല് വളരുമായിരുന്നു. വലിയ കല്ലായിരുന്നു, വലിയ പാറക്കല്ല് പോലത്തെ 4 എണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ ആ കല്ല് മാത്രമായിട്ട് എടുത്തു കളയാൻ പറ്റില്ല. അപ്പം ഈ മുട്ട് മൊത്തത്തിൽ മാറ്റി വെക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനും അച്ഛനും അമ്മയും അനിയത്തിയും എന്റെ കൊച്ചും കൂടെ, ഹസ്ബൻഡ് ഇവിടെ ഇല്ലായിരുന്നു, ബാംഗ്ലൂരായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോയി. അമ്മയുടെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ഒരു മാസമൊക്കെ ഹോസ്പിറ്റലിൽ കിടന്ന് ഞങ്ങൾ തിരിച്ചു വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ അനിയത്തിക്ക് ഭയങ്കര ക്ഷീണം. അപ്പൊ ഞാനുണ്ടല്ലോ, അമ്മ കിടപ്പാലോ, അമ്മയ്ക്ക് എണീക്കത്തില്ല. അച്ഛൻ പണിക്ക് പോയി, പിന്നെ ഞാന് വീട്ടിലുണ്ടാവും. അപ്പൊ ഇവൾക്ക് ക്ഷീണം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു, ഈ ഹോസ്പിറ്റലിലൊക്കെ നിന്നിട്ട് വരുമ്പോ ഒരു ക്ഷീണം ഉണ്ടാവുമല്ലോ ടീച്ചർ, എന്തായാലും നമുക്ക് ഉറങ്ങാനൊക്കെ അങ്ങനെ പാടാണല്ലോ. അപ്പൊ ഞാൻ ഓർത്തു ഇവൾക്ക് അതിന്റെ ക്ഷീണമായിരിക്കും, കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. 2 ദിവസമായിട്ടും ഭയങ്കര ക്ഷീണം. 2 ദിവസം ഭയങ്കര ക്ഷീണമായി, ഭക്ഷണമൊന്നും കഴിക്കില്ലാണ്ടായപ്പം അച്ഛൻ ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി കൊണ്ടുപോയപ്പം ഒരു കുഴപ്പവും ഇല്ല. പനിയോ ചുമയോ ജലദോഷമോ അല്ലെങ്കിൽ കാലിന് നീരോ എലിപ്പനിയുടേതായ ഒരു സിംറ്റംസും ഒരു പ്രശ്നവും അവൾക്കില്ലായിരുന്നു. എന്നിട്ട് 2 ദിവസം ഭക്ഷണം കഴിക്കാതെ കിടന്നു എന്നുള്ളതല്ലാണ്ട് വേറെ ഒരു അസുഖവും ഇല്ലായിരുന്നു. എന്നിട്ട് അവിടെ ചെന്നപ്പോ ഡോക്ടർമാര് ഡ്രിപ്പൊക്കെ ഇട്ട് അപ്പം അവൾ ഓക്കെ ആയി, നല്ല സന്തോഷത്തോടെ തിരിച്ചു വന്നു. അന്ന് രാത്രിയില് ഭയങ്കരമായിട്ട് ഛർദ്ദിച്ചു. ആകെപ്പാടെ ആ ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. രാത്രിയിൽ അങ്ങനെ ഛർദ്ദിച്ചത് കൊണ്ട് പിറ്റേ ദിവസം രാവിലെ അച്ഛൻ തന്നെ ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി ചെന്നപ്പോ പറഞ്ഞു, അന്ന് ആരും ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ പറഞ്ഞു മഞ്ഞപ്പിത്തം കൂടുതലാണ്, കരളിനെ കാര്യമായിട്ട് തന്നെ ബാധിച്ചു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം, ആംബുലൻസിന് പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വീട്ടിലല്ലോ, അമ്മയ്ക്ക് നടക്കത്തില്ലല്ലോ. അപ്പൊ ഞാന് പെട്ടെന്ന് അച്ഛന്റെ അനിയന്റെ വീട്ടുകാരെയൊക്കെ അമ്മയുടെ അടുത്ത് ആക്കിയിട്ട് ഞാൻ പെട്ടെന്ന് പോയി, അനിയത്തിയുടെ അടുത്തേക്ക് പോയി. എന്റെ അച്ഛനും അനിയത്തിയും ഞാനും എന്റെ കൊച്ചും കൂടെ കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ പോയി. അവിടെ ചെന്നപ്പോ ഒക്കെ അവൾക്ക് നോർമൽ ആയിരുന്നു. അവള് നടന്ന് ഹോസ്പിറ്റലിലേക്ക് കയറിയതാ. പക്ഷെ ഒരു കുറച്ചു നേരം കഴിഞ്ഞപ്പം പുള്ളിക്കാരിക്ക് ഒട്ടും ഓർമ്മയില്ലാതെ, എന്നെ പോലും ഇങ്ങനെ ഐഡന്റിഫൈ ഇല്ലാതെ ആരാന്നൊക്കെ ചോദിച്ചു തുടങ്ങി. അപ്പൊ എനിക്ക് പേടിയായി. അത് കഴിഞ്ഞ് ആശുപത്രി സാധാ വാർഡിലാ കിടന്നത്. ഈ ബോധമില്ലാണ്ടായി, പിന്നെ ഒട്ടും ബോധമില്ലാതെ ബോധം കെട്ടുപോയി. ഒരു അനക്കവും ഇല്ലാതെ, കണ്ടാ മരിച്ചു എന്ന് നമ്മൾ വിചാരിക്കുള്ളൂ. അങ്ങനെ ആയി കഴിഞ്ഞപ്പോ പെട്ടെന്ന് തന്നെ ICUലേക്ക് മാറ്റി. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആയപ്പോ ഞാൻ അവളെ കയറി കണ്ടു, സംസാരിച്ചു, ദേഹമൊക്കെ തുടച്ച് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോ അവള് എന്നോട് പറഞ്ഞു, ഞാൻ എന്തായാലും മരിച്ചു പോകൂടി, അതുകൊണ്ട് എന്നെ വീട്ടിൽ കൊണ്ടുപോക്കൂ, ഞാൻ വീട്ടിൽ കിടന്ന് മരിച്ചോളാം, എന്നെ ഇവിടെ ഇങ്ങനെ ഇടല്ലേന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ മരിച്ചു പോകുന്ന ഓർക്കുന്നില്ലല്ലോ ടീച്ചർ. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും അസുഖം മാറട്ടെ, അപ്പൊ കൊണ്ടുപോകാന്ന്. അച്ഛൻ കാണാൻ കയറിയപ്പോഴും അവള് പറഞ്ഞു, ഞാൻ എന്തായാലും മരിച്ചു പോകും അച്ഛാ, അതുകൊണ്ട് എന്നെ വീട്ടിൽ ഞാൻ വീട്ടിൽ കിടന്ന് മരിച്ചോളാം എന്ന് പറഞ്ഞു. ആരും അങ്ങനെ കൊണ്ടുപോകില്ലല്ലോ ടീച്ചർ. നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ ഇവളിപ്പോ മരിച്ചു പോകും, കാരണം ഇത്രയും ചെറുപ്പമാണ്. അങ്ങനെയൊക്കെ നമുക്ക് എലിപ്പനിയാണെന്നൊന്നും അറിയത്തില്ല, മഞ്ഞപ്പിത്തമാണെന്നോർത്താ വിചാരിക്കുന്നത്. മഞ്ഞപ്പിത്തം വന്നവരിങ്ങനെ മരിക്കും, അങ്ങനെയൊന്നും നമ്മൾ ഓർക്കണല്ലോ. അത് കഴിഞ്ഞ രാവിലെ കണ്ടല്ലോ, അപ്പൊ തലേ ദിവസം ഇവിടെ ബോധം കെട്ട് ICU കയറ്റിയ ആളെ പിറ്റേ ദിവസം രാവിലെ എണീറ്റിരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ഇവള് ഇമ്പ്രൂവ് ആവുകയാണ്, കുഴപ്പമില്ലാന്നല്ലേ. അപ്പൊ എന്റെ കൂടെ എന്റെ അച്ഛനും കൊച്ചുവാ ഉണ്ടായിരുന്നത്. ഹസ്ബൻഡ് ബാംഗ്ലൂരാ ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ പുള്ളിക്കാരനെ വിളിച്ചു. അപ്പൊ കൊച്ചിനെ ചെറുതായിട്ട് പനിക്കാൻ തുടങ്ങി. മെഡിക്കൽ കോളേജ് ഒക്കെ അല്ലേ. അപ്പൊ ഞാൻ അച്ഛനെയും കൂട്ടി കൊച്ചിനെ തിരിച്ചു വിട്ടു. കൊച്ചിനെ അച്ഛനെയും കൂടെ, ഞങ്ങളുടെ വീട് കട്ടപ്പനയാ, കോട്ടയത്ത് നിന്ന് ഞാൻ കട്ടപ്പനയ്ക്ക് ബസ് കയറ്റി വിട്ടു. അപ്പൊ ഹസ്ബൻഡ് ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിൻ കയറിയായിരുന്നു. അപ്പൊ വന്നേക്കാം എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ പുള്ളി വരുമല്ലോ, പിന്നെ അച്ഛന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അച്ഛനെയും കൊച്ചിനെയും തിരിച്ചു വീട്ടിലേക്ക് വിട്ടു. ഒരു ഉച്ചയായപ്പോഴത്തേക്ക് ഇവൾക്ക് പെട്ടെന്ന് അങ്ങ് BP കുറഞ്ഞു പോയി. BP കുറഞ്ഞു പോയിട്ട് ഒത്തിരി മെഡിസിൻ നോക്കി, പക്ഷെ BP കൂടിയില്ല. അവസാനം ഡോക്ടർ പറഞ്ഞു, ഈ കഴുത്തേന്ന് ഒരു ഇഞ്ചക്ഷൻ ഇട്ട് ഡയറക്റ്റ് ഹൃദയത്തിലേക്ക് ഇടാം, അങ്ങനെ ഹൃദയത്തിലേക്ക് ഇട്ടാല് പെട്ടെന്ന് BP കൂടും, ചെറുപ്പമല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ ചിലപ്പോ ഉണ്ടല്ലോ, ഇങ്ങനെ ഹൃദയത്തിലേക്ക് ഡയറക്റ്റ് ഇടുമ്പോ അപ്പൊ തന്നെ ബ്ലീഡിങ് ഉണ്ടായി മരിച്ചു പോകാനും സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ രക്ഷിക്കാൻ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തോളാൻ പറഞ്ഞു ടീച്ചർ. അങ്ങനെ ചെയ്തു. പക്ഷേ എങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായില്ല കേട്ടോ, ബ്ലീഡിങ് ഒന്നും ഉണ്ടായില്ല. പെട്ടെന്ന് തന്നെ അത് ശരിയായി. അപ്പൊ നമ്മൾ വിചാരിച്ചു രക്ഷപ്പെട്ടു, ശരിയായല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ ഹൃദയത്തിലേക്ക് മെഡിസിൻ കുത്തിയിട്ടിട്ടും BP കൂടിയില്ല. 40, 30 അത്രത്തിൽ നിന്നൊന്നും കേറി വന്നില്ല. അന്നേരം നോക്കിയപ്പം കിഡ്നിയും കരളും മൊത്തം പോയി, ഒട്ടും ബാലൻസ് ഇല്ല. അപ്പം ഡോക്ടർമാര് പറഞ്ഞു, ഇനി അഥവാ രക്ഷപ്പെട്ടാൽ തന്നെ
കരള് മാറ്റിയും വെക്കണം. പിന്നെ ആഴ്ചയില് 2-3 തവണ ഡയാലിസിസും ചെയ്യണം. അത്രയ്ക്ക് മോശമായി ഇന്റേണൽ ഓർഗൻസ് ഒക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെയും ഇമ്പ്രൂവ് ആകാതെ വന്നപ്പോൾ ഡയാലിസിസുകാർ പറഞ്ഞു ഡയാലിസിസ് ചെയ്ത് നോക്കാം, അപ്പൊ ചെറുപ്പമായതുകൊണ്ട് ചിലപ്പോൾ റിക്കവർ ചെയ്യുമെന്ന് പറഞ്ഞു. ഡയാലിസിസ് ചെയ്യാൻ നോക്കിയിട്ട് ഇങ്ങനെ വെയിൻ കിട്ടാതെ അവരൊരു 2 മണിക്കൂറോളം ശ്രമിച്ചു. പക്ഷെ വെയിൻ കിട്ടാത്തതുകൊണ്ട് ഡയാലിസിസ് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു തവണ അറ്റാക്ക് വന്നു, CPR കൊടുത്തു. രണ്ടാമത് അറ്റാക്ക് വന്നു, CPR കൊടുത്തു. മൂന്നാമത് അറ്റാക്ക് വന്നു, CPR കൊടുത്തു. മൂന്നാമത്തെ അറ്റാക്ക് വന്ന് CPR കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ച് സംസാരിച്ചു. ഇങ്ങനെ പെട്ടെന്ന് ഹിഡൻ ആയിട്ട് ഇങ്ങനെ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവുക, അപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല, വളരെ സീരിയസ് ആണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ 4ാമത്തെ അറ്റാക്ക് വന്നു, ആള് മരിച്ചു എന്ന് സിസ്റ്റർ വന്ന് എന്റെ മുമ്പിൽ തന്നെ വെച്ച് പറഞ്ഞു, ആള് പോയി എന്ന് പറഞ്ഞു. എന്റെ പൊന്നു ടീച്ചർ, വിശ്വസിക്കാൻ പോയിട്ട് അപ്പോഴും ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയും ചെറുപ്പം, ഒരു രോഗവും ഇല്ലാണ്ടിരുന്നു, പ്രതീക്ഷിക്കാതെ നമ്മുടെ മുമ്പിൽ നിന്ന് നടന്നു കയറി ഡോക്ടറെ കാണാൻ പോയ ആള് തിരിച്ചു മരിച്ചാ വരുന്നേന്ന് എന്റെ പൊന്നു ലോകത്ത് ആർക്കും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. എന്നിട്ട് മരിച്ചു കഴിഞ്ഞപ്പം അവര് പറഞ്ഞു അവർക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറഞ്ഞു. ചെറുപ്പമല്ലേ. അന്നേരം ഞാൻ പറഞ്ഞു ഇനി പോസ്റ്റ്മോർട്ടം ചെയ്യുകയൊന്നും വേണ്ട, എന്തായാലും ആള് പോയല്ലോ, നമുക്കിനി പോസ്റ്റ്മോർട്ടം ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒന്നുമില്ലല്ലോ, അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യണ്ട, ഇനി കീറി മുറിക്കുകയും കൂടെ വേണ്ടാന്ന് പറഞ്ഞു. അന്നേരം ഡോക്ടർമാര് പറഞ്ഞു 24 വയസ്സേ ഉള്ളൂ, 24 വയസ്സുള്ള ഒരാൾക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചു എന്ന് കരുതി ഇത്രയും കരളും കിഡ്നിയൊന്നും പോവത്തില്ല, മരിക്കാനും സാധ്യതയില്ല, എലിവിഷം കഴിച്ചതാണോ എന്നൊരു സംശയമുണ്ട്, അവർക്ക് സൂയിസൈഡ് ആണോ എന്ന് സംശയമായതുകൊണ്ട് അവർക്ക് പോസ്റ്റ്മോർട്ടം ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ തന്നെയല്ലേ ഉള്ളൂ, ഹസ്ബൻഡ് വന്നുമില്ലായിരുന്നു. വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സമ്മതിച്ചു, ടീച്ചർ പോസ്റ്റ്മോർട്ടം ചെയ്തോളാൻ പറഞ്ഞു. അവര് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു, സൂയിസൈഡ് ആണെന്ന് സംശയം ഉണ്ടെന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്തു. പോസ്റ്റ്മോർട്ടം ചെയ്ത് റിപ്പോർട്ട് വന്നപ്പോഴാണ് അറിയുന്നത് മഞ്ഞപ്പിത്തവും അല്ലായിരുന്നു, എലിപ്പനിയായിരുന്നു. എലിപ്പനി ബാധിച്ച കരളും കിഡ്നിയൊക്കെ പൂർണ്ണമായിട്ടും പോയതുകൊണ്ട്, കരളിന്റെ ഫങ്ഷൻ എല്ലാം ഇങ്ങനെ പോയത് കൊണ്ടാണ് മഞ്ഞപ്പിത്തത്തിന്റെ സിംറ്റംസ് കാണിച്ചത്. ബിലിറൂബിനും അങ്ങനെയൊക്കെ കൂടി നിന്നത് ഈ എലിപ്പനി ബാധിച്ച് കരളും കിഡ്നിയും പോയത് കൊണ്ട് ആണ് ഈ ബിലിറൂബിനൊക്കെ കൂടി നിന്നത്. ശരിക്കുള്ള മഞ്ഞപ്പിത്തം അല്ലായിരുന്നു, എലിപ്പനിയായിരുന്നു. അങ്ങനെ ആള് പോയി. ലക്ഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും മുമ്പ് ഉണ്ടായിരുന്നില്ലേ? അപ്പൊ ഇത് കൂടുതലായപ്പോഴല്ലേ ഹോസ്പിറ്റലിൽ പോയത്? ലക്ഷണങ്ങളൊന്നും, സിംറ്റംസ് ഒന്നും വേറെ ഉണ്ടായിരുന്നില്ല അല്ലെ വീട്ടിലുണ്ടായിരുന്നപ്പോ? ഒന്നുമില്ലായിരുന്നു ടീച്ചർ. ഒരു പനിയോ ജലദോഷമോ തുമ്മലോ, അല്ലെ എലിപ്പനി വരുന്നവർക്ക് കാലിന് നീര് വരുമെന്നല്ലേ പറയുന്നത്, അങ്ങനെ കാലിന് പ്രശ്നങ്ങളോ അങ്ങനെയൊന്നുമില്ല. പിന്നെ അവളുണ്ടല്ലോ, അവളുടെ മുടിയൊക്കെ ഇങ്ങനെ ഗോൾഡൻ കളറാ, മെലാനിന്റെ കുറവാ, ജനിച്ചപ്പോഴേ സ്വർണ്ണ കളർ മുടിയാ, സായിപ്പന്മാരുടെ കൂട്ട്. അതുകൊണ്ട് കളറും അങ്ങനെയാ, വെളുത്തിങ്ങനെ പാല് പോലത്തെ കളറാ. അപ്പൊ നമുക്ക് ദേഹത്തൊരു മഞ്ഞ കളറോ എന്തെങ്കിലും കളർ ചേഞ്ചോ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാവുന്ന യാതൊരു സിംറ്റംസും ഇല്ലായിരുന്നു ടീച്ചർ. ഒരു പനി പോലും അവൾക്കില്ലായിരുന്നു. പിന്നെ എവിടുന്ന് എലിപ്പനി വന്നു, എങ്ങനെ കിട്ടി, ഒന്നും അറിയത്തില്ല ടീച്ചർ. ആള് പോയി എന്ന് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. പിന്നെ ഉണ്ടല്ലോ, ഒരു കണക്കിന് അത് പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ട് നമ്മൾ എലിപ്പനി ആയിരുന്നു എന്ന് അറിഞ്ഞു. അല്ലെങ്കിൽ മഞ്ഞപ്പിത്തമാണെന്ന് വിചാരിച്ചിരുന്നേനും പിന്നെ കുറെ ആളുകളുടെ മനസ്സിൽ ഇങ്ങനെ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തതാണെന്നൊരു ചിന്തയിരുന്നേനെ. സത്യത്തിൽ ഉണ്ടല്ലോ ടീച്ചർ, പാവം ഞാൻ വരെ മനസ്സിൽ ഒരു നിമിഷം ചിന്തിച്ചു പോയി, ചെറുപ്പമല്ലേ, ഈ പ്രായമല്ലേ, ഇനി ആത്മഹത്യ ചെയ്യാൻ എന്തെങ്കിലും പ്രണയമോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടായിട്ട് ഇവള് ശരിക്കും ആത്മഹത്യ ചെയ്തതാണോ എന്ന് ഒരു നിമിഷം ഞാനും ചിന്തിച്ചു പോയിട്ടോ, ഈ ഡോക്ടർമാരിങ്ങനെ പറഞ്ഞപ്പം. പക്ഷേ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് ഒരു കണക്കിന് പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ട് നമ്മുടെ ഉള്ളിലെ അങ്ങനത്തെ സംശയങ്ങൾ അങ്ങ് മാറി. എന്നാ പറയാനാ ടീച്ചറെ, എന്റെ കൊച്ചു ഏതു നേരം ചോദിക്കും ചിറ്റ എന്തിയെ, ചിറ്റ എന്തിയെ, സുധിച്ചിട്ടേനെ ഇപ്പൊ ശ്രുതി എന്നാണ് പേര്, സുധിച്ചിട്ടേനെ ഇപ്പൊ കാണാറില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചോദിക്കും. ഞാൻ എന്നിട്ട് പറഞ്ഞു ജോലിക്ക് പോയേക്കുവാന്ന് പറഞ്ഞു. എപ്പോഴാ വരണേന്ന് ചോദിച്ചു. കൊച്ച് വലുതാകുമ്പോഴാ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരുടെ മനസ്സിൽ അങ്ങനെയാ. എന്നിട്ട് കഴിഞ്ഞ ദിവസം ടീച്ചറിനോട് പറഞ്ഞെന്ന്, ടീച്ചർ ഞാൻ ചോദിച്ചു ഞാൻ നിന്റെ വീട്ടിൽ വരട്ടെ എന്ന് ചോദിച്ചു. പറഞ്ഞു എന്റെ വീട്ടിൽ വരണ്ട, സുധിച്ചിട്ടേ അവിടെ ഇല്ല, ഞാൻ വലുതാകുമ്പോഴേ വരുള്ളൂ, സുധിച്ചിട്ടേനെ കാണണമെങ്കിൽ വലുതാകുമ്പം ഞാൻ വലുതായി കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് ടീച്ചറിനോട് പറഞ്ഞു. അങ്ങനെ അവളോട് അങ്ങനെ പറഞ്ഞു ഇപ്പൊ ഞങ്ങളുടെ മനസ്സിലും ഉണ്ടല്ലോ, എന്നെങ്കിലും വരും, എവിടെയോ ഉണ്ട്, അങ്ങനെ ഒരു ചിന്തയാ. എന്നാ പറയാനാ ടീച്ചർ, ഞങ്ങൾക്ക് വന്നത് വന്നു, വേറെ ആർക്കും വരാതിരിക്കട്ടെ.
ഓർക്കുമ്പോഴേ ഭയങ്കര വിഷമം. നമുക്ക് ഒരു വല്ല രോഗമായിട്ടോ അങ്ങനെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ടീച്ചർ, ഇത് പ്രതീക്ഷിക്കാതെ. പിന്നെ അത് മാത്രല്ല നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലല്ലോ. അത് പിന്നെ എനിക്ക് അങ്ങനെ ഭയങ്കര കുറ്റബോധമൊക്കെയാണ്. ഇനി ഞാൻ നോക്കാത്തത്, അമ്മയ്ക്ക് പറ്റില്ലായിരുന്നല്ലോ, അമ്മ കിടക്കായിരുന്നല്ലോ. അപ്പൊ എനിക്ക് ഭയങ്കര കുറ്റബോധം, ഇനി ഞാൻ നോക്കാത്തത് കൊണ്ടാണോ, എന്റെ ശ്രദ്ധക്കുറവ് കൊണ്ടാണോ, ചിലപ്പോ ഞാൻ നോക്കുമായിരുന്നെങ്കിൽ ഇത് രക്ഷിക്കായിരുന്നു, അങ്ങനെയൊക്കെ ഭയങ്കര എനിക്കറിയില്ല ടീച്ചർ. പക്ഷെ എനിക്ക് മനസ്സിലായില്ല ടീച്ചർ, അവളൊരു അസുഖമായിട്ട് കിടക്കുന്നതാന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഓർത്ത് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതിന്റെ ക്ഷീണം കൊണ്ട് കിടക്കുന്നതാന്നാ ഞാൻ വിചാരിച്ചേ. എന്തെങ്കിലും വയ്യാഴികളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവും, ചിലപ്പോ ആ സമയത്ത് കുട്ടി പറഞ്ഞിട്ടുണ്ടാവില്ല. അതായിരിക്കും അമ്മയുടെ ഓപ്പറേഷൻ സമയമായിരുന്നല്ലോ. എവിടുന്ന് എലിപ്പനി കിട്ടിയെന്ന് അറിയത്തില്ല ടീച്ചർ. ഞാനും അവളും അച്ഛനും എന്റെ കൊച്ചും അമ്മയും എല്ലാരും ഒരേ സ്ഥലത്ത് കിടന്ന് ഒരേ ഭക്ഷണം കഴിച്ച് ഒരേ വെള്ളം കുടിച്ച് ഒരേ വെള്ളത്തിൽ കുളിച്ച് എല്ലാം ഞങ്ങൾ ഒരുമിച്ച് ചെയ്തവരാ. പക്ഷെ അവൾക്ക് മാത്രം എവിടുന്ന് എലിപ്പനി കിട്ടി, എന്ത് സംഭവിച്ചു എന്നൊന്നും അറിയില്ല ടീച്ചർ. ഞാനതുകൊണ്ടല്ലോ എല്ലാവരും പറയും ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഇച്ചിരി വന്നാലും എല്ലാരും വേഗം ഹോസ്പിറ്റലിൽ പോണോന്ന്. നമ്മള് ചിലപ്പോ അന്ന് ആദ്യത്തെ ദിവസം ക്ഷീണമായിരുന്ന ഒരു ദിവസം കൊണ്ടുപോയായിരുന്നെങ്കിൽ ചിലപ്പോഴേ രക്ഷിക്കാൻ പറ്റിയേനെ ആയിരിക്കും. നമ്മളെല്ലാരും ഇങ്ങനെ വെച്ചോണ്ടിരിക്കുമല്ലോ ടീച്ചർ, നമ്മളെല്ലാരും പയ്യെ കുറയും അല്ലെങ്കിൽ സ്വയം ചികിത്സ അങ്ങനെ ചെയ്യുന്നവരാണല്ലോ നമ്മളിൽ കൂടുതൽ ആളുകളും. അപ്പൊ ആരും അങ്ങനെ ചെയ്യാതിരിക്കട്ടെ. പിന്നെ അതുപോലെ ഉണ്ടല്ലോ ടീച്ചർ, ആരും ഈ കോട്ടയം മെഡിക്കൽ കോളേജിലും കൊണ്ടുപോകാതിരിക്കട്ടെ. കാരണം ഞങ്ങളുണ്ടല്ലോ 4 മണിയായപ്പോ കോട്ടയത്ത് ചെന്നു ടീച്ചർ. അത് കഴിഞ്ഞ് ECG, എക്സ്റേ, ബ്ലഡ് ടെസ്റ്റ് എന്നും പറഞ്ഞ് ഒരു 100 ടെസ്റ്റ് ചെയ്യിച്ചു. ഒരൊറ്റ ഡോക്ടർ പോലും നോക്കിയില്ല. രാത്രി 4 മണിക്ക് അവള് നടന്നു ചെന്നതാ. നടന്നു ചെന്ന് 6:30 ആയപ്പോഴാണ് അവൾക്ക് ഓർമ്മ പോകുന്നത്. അത് കഴിഞ്ഞ് 8 മണിയായപ്പോഴാണ് അവള് ബോധം കെട്ടു പോകുന്നത്. ആ ബോധം കെട്ടു പോയതിന് ശേഷമാണ് ഒരു ഡോക്ടർ വന്ന് ICUലേക്ക് മാറ്റുന്നത്. അപ്പൊ എത്ര നമ്മുടെ മുമ്പിൽ 4 മണിക്കൂർ നഷ്ടപ്പെട്ടില്ലേ ടീച്ചർ? ആ 4 മണിക്കൂർ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവര് ജീവൻ രക്ഷിക്കാനുള്ള എന്തെങ്കിലും ചെയ്യുമായിരുന്നു. എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല ടീച്ചറെ, ഡയാലിസിസോ കരള് മാറ്റി വെക്കാനോ ലോകത്തിൽ എന്ത് ചികിത്സയായാലും കുഴപ്പമില്ലായിരുന്നു. ഒരു ഇച്ചിരി ജീവൻ ബാക്കി കിട്ടിയാൽ മതിയായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ അതുപോലും ഇല്ലാതെ ഉണ്ടല്ലോ ദൈവം കൊണ്ടുപോയി. എനിക്ക് ആ മെഡിക്കൽ കോളേജിലുള്ള മുഴുവൻ ഡോക്ടർമാരെ ഉണ്ടല്ലോ കൂട്ടിയിട്ട് കത്തിച്ചു കളയാൻ എനിക്ക് തോന്നിയത് ടീച്ചർ. ഒരാള് പോലും തിരിഞ്ഞു പോലും നോക്കിയില്ല. വന്നത് ഒരു മനുഷ്യജീവനാണെന്ന് ഒരു പട്ടിക്കുട്ടിയോട് കാണിക്കുന്ന കരുണ പോലും അവിടെ വരുന്ന മനുഷ്യരോട് ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാര് കാണിക്കില്ല. ഞാൻ അതോടുകൂടി പഠിച്ചു ടീച്ചർ. നമുക്ക് മെഡിക്കൽ കോളേജിനെ പറ്റി ഒരു ധാരണയില്ലായിരുന്നല്ലോ. ഞാനത് പിന്നെ അറിയണ എല്ലാവരും പറയും, എമർജൻസി ആയിട്ട് വരുന്ന ഒരു പേഷ്യന്റിനെ നമ്മൾ ഒരിക്കലും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകരുത്. അവര് നമ്മളെ നോക്കില്ല. നമുക്ക് കൊണ്ടുപോകണ ആള് മരിച്ചാലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മെഡിക്കൽ കോളേജിന് കൊണ്ടുപോകുള്ളൂ. ഒരു പ്രൈവറ്റിലായിരുന്നെ അവര് ചിലപ്പോ നമ്മുടെ വീട് വിൽക്കുന്ന അത്രയും പൈസ പറയുമായിരിക്കും. പക്ഷെ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ അവര് ജീവൻ രക്ഷിച്ചെടുക്കും. ഈ മെഡിക്കൽ കോളേജുകളിൽ അവരുണ്ടല്ലോ, അവരാ നഷ്ടപ്പെടുത്തിയ 4 മണിക്കൂർ ഉണ്ടായിരുന്ന ചിലപ്പോ അവളെ ഞങ്ങൾക്ക് ജീവനോടെ കിട്ടുമായിരുന്നു ടീച്ചർ. പക്ഷെ അവർക്ക് നഷ്ടമില്ല. അവർക്ക് ദിവസവും മരിക്കുന്ന ആയിരക്കണക്കിന് പേരിൽ ഒരാളാ. പക്ഷെ നമുക്ക് വേറൊരാൾ പകരം വെക്കാനില്ലല്ലോ. കഴിഞ്ഞത് കഴിഞ്ഞു, പോയത് പോയി. അല്ലാതെ അതെ അതെ, പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ചിലപ്പോ ആ കുട്ടിയുടെ സമയം അടുത്തിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം അത് ഡയഗ്നോസ് ചെയ്യാതെ, അല്ലെങ്കിൽ എന്താ പറയാ, പോലും ഇല്ലായിരുന്നു. ഒരു ചെറിയൊരു തുമ്മൽ പോലും ഇല്ലായിരുന്നു. എന്ത് ചെയ്യുമായിരുന്നു അപ്പൊ അനിയത്തി? എന്ത് ചെയ്യുമായിരുന്നു? വർക്ക് ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ പഠിക്കുമായിരുന്നു? അല്ല, അക്ഷയയില് വർക്ക് ചെയ്യുമായിരുന്നു. അക്ഷയയില് വർക്ക് ചെയ്യുമായിരുന്നു അല്ലേ? ഡിഗ്രി കഴിഞ്ഞു, അക്ഷയയില് വർക്ക് ചെയ്യുമായിരുന്നു. അതിന്റെ കൂടെ വൈകുന്നേരവും രാവിലെ ഈ ഇതിന്റെ GSTയും ടാലിയും പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. നിങ്ങൾ 2 പെൺകുട്ടികളാണോ? ഞങ്ങൾ 2 പേര്. ഞാൻ തന്നെ. നമുക്കിനി ഒരു വിഷമം പറയാൻ പോലും വേറൊരാളില്ലല്ലോ. അമ്മ ഇപ്പൊ എന്തെടുക്കുന്നു? ഇപ്പൊ ഓക്കെ ആയോ അമ്മ? അമ്മ ഒക്കെ എടുക്ക.
പക്ഷെ അവർക്കൊന്നും ഒരിക്കലും ഓക്കെ ആകാൻ പറ്റില്ലല്ലോ ടീച്ചർ. അമ്മയുടെ വിചാരം ഉണ്ടല്ലോ, അമ്മയുടെ കാല് ഓപ്പറേഷൻ ചെയ്ത് കിടന്നത് കൊണ്ടാ, ആ ആശുപത്രി പോയത് കൊണ്ടാ, അല്ലെ അമ്മയ്ക്ക് കുഴപ്പമില്ലായിരുന്നു അമ്മയോളെ നോക്കിയേനെ, അമ്മയുടെ കാല് ചെയ്യണ്ടായിരുന്നു, അങ്ങനെയൊക്കെയാ അമ്മയുടെ ഇതേ. എല്ലാം ഒരു വിധിയ ടീച്ചർ, വരാനുള്ളത് വഴി തന്നില്ലല്ലോ. അതെ. എന്താ പറയാൻ, ആള് പോയി. 1 വർഷം ആകാൻ പോവാ. 1 വർഷം എത്ര വേഗം കഴിഞ്ഞു പോയെന്ന്. ഫെബ്രുവരി 17 ആകുമ്പോ 1 വർഷമാകും. ഇന്നലെ കഴിഞ്ഞ പോലെ. നമ്മളാ മരിച്ചു എന്ന് കേൾക്കണ ഒരു നിമിഷം ഉണ്ടല്ലോ, നമ്മള് ഒന്നാമത് ഞാൻ തന്നെ ഉള്ളായിരുന്നു, അച്ഛനൊക്കെ പോയായിരുന്നല്ലോ, ഹസ്ബൻഡ് എത്തിയില്ലായിരുന്നു. അപ്പത്തേക്കും നമ്മളോട് വന്ന് ഇങ്ങ് മരിച്ചുപോയി എന്ന് പറയുന്ന ആ ഒരു നിമിഷം, എന്റെ പൊന്നോ, ആർക്കും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഒരിക്കലും നമ്മളെ ജീവനോടെ കൊണ്ടുപോയ ആളെ തിരിച്ച് നമുക്ക് അങ്ങനെ നമ്മൾ തിരിച്ചങ്ങനെ വരില്ല എന്ന് അറിയുമ്പോ ഉണ്ടല്ലോ, ദൈവമേ, ആർക്കും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. എന്തായാലും വിഷമിക്കാതിരിക്കും കേട്ടോ ശുഭ. ശരി മാ. ഓക്കെ. ക്ലാസ്സില് ഇപ്പൊ ഇത്ര പേരുണ്ടാവാറുള്ളൂ? ഇന്നലത്തെയൊക്കെ ക്ലാസ്സിൽ ഇത്ര പേരുണ്ടായിരുന്നുള്ളൂ? രാജേശ്വരി എന്താണ് വൈകിയത്? രാജലക്ഷ്മി ഒക്കെ മോളെ ക്ലാസ്സില് കൊണ്ടുവരണമായിരുന്നേ. മോളെ ക്ലാസ്സില് കൊണ്ടുവരണേ, ടീച്ചർക്ക് കൊണ്ടുവരണേ. അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അവളെ പിക്ക് ചെയ്യുമ്പോ വൈകുന്നു. അതോ ഓക്കെ. ശുഭ ഓക്കെ അല്ലേ? ശുഭ പ്രോബ്ലം ഇല്ലല്ലോ? കുഴപ്പമില്ല. വിഷമിക്കാതിരിക്കും കേട്ടോ. മോളെ ഇടക്കിടക്ക് കളിപ്പിക്കുക. അതായത് സങ്കടം വരുമ്പോഴൊക്കെ മോളുടെ അടുത്ത് ചെല്ലുക, മോളെ കളിപ്പിക്കുക. ആ വിഷമം അതായത് നമുക്കിനി എന്താ പറയാ, ഒരിക്കലും തിരിച്ചു കിട്ടാനായിട്ട് പോകുന്നില്ല. പക്ഷെ നമ്മള് അത് പറഞ്ഞിട്ട് നമ്മുടെ ഇതാണ്, അതായത് എപ്പോഴെങ്കിലും, അതായത് നമ്മള് എന്താ പറയാ, എന്തെങ്കിലും പറഞ്ഞ് സ്വയം ആശ്വസിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ ശുഭ. ശരി, എന്നാ ശ്രമിച്ചിട്ട് ആശ്വസിക്കാൻ പറ്റുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും മറക്കാനും അറിയാൻ പറ്റില്ല. കുറ്റബോധമോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അത് ആ കുട്ടിയുടെ ഇതാണ്, സമയം എടുത്തിട്ടുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക കേട്ടോ. അപ്പൊ കുറ്റബോധത്തിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മളെ കൊണ്ട്, ശുഭനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ ശുഭ ചെയ്തിട്ടുണ്ട്. നമ്മളായാലും നമ്മുടെ ജീവിതം എപ്പോഴും, നമ്മുടെ ജീവിതത്തിന് ഗ്യാരണ്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ചിലപ്പോ നിന്ന നിപ്പില് നമ്മളിപ്പോ മരിച്ചു വീഴാം അല്ലെ, ഒരു ഹാർട്ട് അറ്റാക്ക് മതി എല്ലാം കഴിയാനായിട്ട്. അപ്പൊ ആരുടെയും ജീവിതത്തിന് ഗ്യാരണ്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മള് കുറച്ച് മനസ്സിന് കുറച്ച് കൂടുതൽ കറേജ് കൊടുക്കുക, ധൈര്യം കൊടുക്കുക ഇനി മുന്നോട്ടുള്ള ജീവിതത്തിന് കേട്ടോ. ശരി. ആരുടെയും അപ്പൊ ഞാൻ പറഞ്ഞ വാക്കുകൾ കൊണ്ട് പോലും ആശ്വസിപ്പിക്കാനൊന്നും പറ്റില്ലെന്ന് എനിക്കറിയാം. ശുഭ തന്നെ ധൈര്യം വീണ്ടെടുത്ത് മുന്നോട്ട് പോവുക കേട്ടോ. ഓക്കെ. രാജലക്ഷ്മി, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടം വരെയാണ് എടുത്തത്? ഞാൻ കേറിയില്ല. രാജേശ്വരിക്ക് ഓർമ്മയുണ്ടോ? മാം സീറ്റ് അറേഞ്ച്മെന്റ്സ് അല്ലേ കഴിഞ്ഞത്? സീറ്റ് അറേഞ്ച്മെന്റ്സ് കഴിഞ്ഞായിരുന്നു. സീറ്റ് അറേഞ്ച്മെന്റ്സ് ആണോ? സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലെ? ഇല്ല. സീറ്റ് അറേഞ്ച്മെന്റ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് യു ഷേപ്പ് ജി ഷേപ്പിലായിരിക്കണം എന്നല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞില്ലല്ലോ. ഇല്ല, പറഞ്ഞിട്ടില്ല. അപ്പോ സീറ്റ് അറേഞ്ച്മെന്റ്സിൽ അപ്പൊ നമുക്ക് നോക്കാം അല്ലെ? എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോ സീറ്റ് അറേഞ്ച്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, കുട്ടികളെ തറയിലിരുത്തി പഠിപ്പിക്കാനാണ് മോണ്ടിസോറി രീതി കൂടുതലും പ്രിഫർ ചെയ്യുന്നത്.
പക്ഷെ തറയിലെത്തി ഫ്ലോറിലെത്തി നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് അവരുടെ എന്താ പറയാ വെറുതെ ഒഴിച്ചിടരുത്. അതായത് വെറുതെ ഇരുത്താനായിട്ട് പാടില്ല. ഒന്നില്ലെങ്കിൽ കാർപ്പറ്റോ മാറ്റോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ ബെഞ്ചസ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. അതായത് ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് എന്താണ് പ്ലാറ്റ്ഫോം ബെഞ്ചസ് സിറ്റിങ്ങിനായിട്ടും ക്വാർട്ടർ ബെഞ്ചസ് റൈറ്റിങ്ങിനായിട്ടും ഉപയോഗിക്കുന്നു. പിന്നെ കുറച്ചും കൂടി ഉയർന്ന ക്ലാസ്സിലേക്ക് കടക്കുമ്പോൾ ക്വാർട്ടർ ബെഞ്ച് സിറ്റിങ്ങിനായിട്ടും ഹാഫ് ബെഞ്ച് റൈറ്റിങ്ങിനായിട്ടും ഉപയോഗിക്കുന്നു. അതിനുശേഷം വീണ്ടും ക്ലാസ്സുകളിലേക്ക് കടക്കുമ്പോൾ ഹാഫ് ബെഞ്ച് സിറ്റിങ്ങിനായിട്ടും ഫുൾ ബെഞ്ച് റൈറ്റിങ്ങിനായിട്ടും ഉപയോഗിക്കുന്നു. ഇനി ഹയർ ക്ലാസ്സുകളിലാണെങ്കിൽ ബെഞ്ചസും ഡെസ്കും ഒക്കെ ലോങ് ടേബിളും ഒക്കെ എന്ത് ചെയ്യാം ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ ചെയേഴ്സ് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ മറ്റു പലതരത്തിലുള്ള ഫെസിലിറ്റീസ് ഒക്കെ കുട്ടികൾക്ക് അനുവദിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ടേബിൾ എന്ന് പറയുന്നത് ക്ലാസ് റൂമുകളിലുള്ള ടേബിളിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ക്വയർ അല്ലെങ്കിൽ റൗണ്ട് ആയിരിക്കാം. പിന്നെ എന്താ പറയാ ഒരു എൻറ്റയർ ക്ലാസ് റൂമിനെ സിറ്റ് ചെയ്തിരിക്കുന്ന രീതി എന്ന് പറയുന്നത് യു ഷേപ്പ് അല്ലെങ്കിൽ ജി ഷേപ്പ് ആയിരിക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? ഓക്കെയാണ്. ഇനി താഴെ പറയുന്നത് സ്ക്വയർ ഫീറ്റിന്റെ കണക്കാണ് കേട്ടോ. അതായത് ഒരു സ്റ്റുഡന്റിന് 3 × 2 6 സ്ക്വയർ ഫീറ്റ് ആണ് വേണ്ടത്. അതായത് ഒരു കുട്ടിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് 6 സ്ക്വയർ ഫീറ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ എല്ലാ ക്ലാസ് റൂമുകളിലും 100 സ്ക്വയർ ഫീറ്റ് കോമൺ പ്ലേസിനായിട്ട് മാറ്റി വെച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് ടീച്ചേഴ്സിന്റെ മൂവ്മെന്റ്, അതായത് ടീച്ചേഴ്സ് മൂവ് ചെയ്തിട്ടാണല്ലോ പഠിപ്പിക്കുന്നത്. ഇപ്പൊ 2 സൈഡ് ബെഞ്ചും ഡെസ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നടുവിലൂടെയും ഫ്രണ്ടിലൂടെയും ബാക്ക് സൈഡിലൂടെയും ഒക്കെ എന്ത് ചെയ്യാം ടീച്ചേഴ്സ് മൂവ് ചെയ്യാം. അപ്പോ ടീച്ചേഴ്സിന്റെ മൂവ്മെന്റിന് വേണ്ടിയിട്ട് 40 സ്ക്വയർ ഫീറ്റ് പറഞ്ഞിട്ടുണ്ട്. സ്റ്റുഡൻസിന്റെ മൂവ്മെന്റിന് വേണ്ടിയിട്ട് 40 സ്ക്വയർ ഫീറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ റാക്കിന് വേണ്ടിയിട്ട് 20 സ്ക്വയർ ഫീറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത്രയുമാണ് അവിടെ കേട്ടോ. ഇനി അടുത്തത് നമുക്ക് സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒന്ന് നോക്കാം. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സിറ്റിംഗ് അറേഞ്ച്മെന്റ്സിൽ എല്ലാവരും ഒന്ന് വായിക്കും കേട്ടോ. 4th പോയിന്റ് വരെ ഒന്ന് റീഡ് ചെയ്തോളൂ.
വായിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് തമ്പ് ചെയ്യണേ. വായിച്ചു കഴിഞ്ഞോ? റീഡ് ചെയ്തോ? റാങ്കിങ് മെത്തേഡ്സ് വരെ വായിച്ചാൽ മതി കേട്ടോ. ഓക്കെ. സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് രാജലക്ഷ്മി ഒന്ന് റീഡ് ചെയ്യാമോ? Sitting arrangements, it is one of the dubious matters to the teacher since every parent wants their children to sit in the front. Some of the students are having eye defect, hearing defects, which are not easily identifiable. We can make sitting arrangements by the following methods. പറയണോ മിസ്സേ? പറയണം, എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. എല്ലാ പേരൻസും ടീച്ചേഴ്സിനോട് പറയാറുള്ളത് അവരുടെ മക്കളെ ഏറ്റവും ക്ലാസ്സിൽ ഏറ്റവും ഫ്രണ്ട്ലി തന്നെ ഇരുത്തണമായിരിക്കും. പിന്നെ ചില കുട്ടികൾക്ക് ഈ കാഴ്ച പരിമിതിയും കേൾവി പരിമിതിയും ഉള്ള പിള്ളേരുണ്ടാവും. ചില വൈകല്യങ്ങളൊന്നും നമുക്ക് എളുപ്പത്തില് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അതാണ് വി ക്യാൻ മേക്ക് സിറ്റിംഗ്. നമുക്ക് ഈ താഴെ പറയുന്ന രീതികളിൽ കൂടെ അത് നമുക്ക് സിറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഹൈറ്റ് ഓർഡർ,
Sitting arrangement should have to be changed once in every week. Starting from the four corners, it can be arranged in two ways, rows or columns. So 4 into 2, 8 ways. Sitting ഓരോ ഒരാഴ്ചയില് ഒരിക്കലും നമ്മൾ സിറ്റിംഗ് അറേഞ്ച്മെന്റ് നമ്മൾ ചേഞ്ച് ചെയ്യണം. നാല് കോർണറിൽ നിന്നും നമ്മൾ ചേഞ്ച് ചെയ്യണം. ഇത് രണ്ട് രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. റോസ് ഓർ കോളംസ്, ഓരോ വരിയിലോ ഇല്ലെങ്കിൽ കോളം തിരിച്ചോ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. Alphabetical order. Arranging the students in alphabetical order. We can make from two sitting from the four corners in two ways, rows or columns. ഇല്ലെങ്കിൽ നമുക്ക് പിള്ളേരുടെ പേര് വെച്ചിട്ട് നമുക്ക് പിള്ളേരുടെ പേരിന്റെ അക്ഷരം വെച്ച് നമുക്ക് പിള്ളേരെ സിറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്യാൻ പറ്റും. അത് റോസ് ഓർ കോളംസ് അങ്ങനെ ചെയ്യാൻ പറ്റും. അറ്റൻഡൻസ് ഓർഡർ. ഇഫ് ദ അറ്റൻഡൻസ് ഈസ് നോട്ട് ഇൻ ദ alphabetical order, attendance order can also be used for sitting arrangements. Alphabetical order അല്ലെങ്കിൽ നമുക്ക് അറ്റൻഡൻസിന്റെ ബേസിൽ വെച്ചിട്ട് നമുക്ക് കുട്ടികളെ സിറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്യാൻ പറ്റും. Ranking methods. It is not successful in some schools. Grade giving methods are apt. That is another form of rank giving method. So that is also having no use. ഇത് നമുക്ക് വിജയകരമല്ല. എന്താണെന്ന് വെച്ചാൽ ചില സ്കൂളിലൊക്കെ കുട്ടികളെ മറ്റേ ഗ്രേഡ് കൊടുക്കുന്ന അടിസ്ഥാനത്തിലാണ് കുട്ടികൾ ഇരുത്തുന്നത്. അപ്പൊ ഇത് എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും ഇത് ശരിയാവില്ല. ഇതുകൊണ്ട് ഉപയോഗം ഉണ്ടാവില്ല. അപ്പൊ സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് എന്ന് പറഞ്ഞാല് കുട്ടികളുടെ ഇരിപ്പിടം ക്രമീകരിക്കുന്ന രീതിയാണ്. അതിനകത്ത് ഫസ്റ്റ് തന്നെ പറയാനായിട്ടുള്ളത്, അതായത് പാരന്റ്സിന് എപ്പോഴും കുട്ടികളെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തുന്നതിനോടാണ് താല്പര്യം. ആണോ? നിങ്ങളൊക്കെ പാരന്റ്സ് അല്ലേ? അപ്പൊ അറിയാനായിട്ട് പറ്റുമല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ വിചാരിക്കുന്നേ? ഫ്രണ്ട് സീറ്റിൽ ഇരിക്കണം എന്ന് വിചാരിക്കുന്നത് എന്തിനാ? ബോർഡ് കാണാൻ പറ്റും, പിള്ളേര് ശ്രദ്ധിക്കും. ബോർഡ് കാണാൻ പറ്റും, പിന്നെ കുട്ടി കുറച്ചുകൂടി ശ്രദ്ധിക്കും. ആ ഒരു രീതി ഫോളോ ചെയ്തുകൊണ്ടാണോ? അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ളതുകൊണ്ടാണോ? ബോർഡ് കാണാൻ പറ്റും, അത് അതൊരു രീതിയാണ്. ബോർഡ് കണ്ടാലാണോ കുട്ടികൾക്ക് എഴുതിയെടുക്കാനൊക്കെ പെട്ടെന്ന് സാധിക്കും. അങ്ങനെയാണോ രാജേശ്വരി? എന്താണ്? അതുമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടീച്ചർമാരും കുറച്ചും കൂടെ ശ്രദ്ധിക്കുമല്ലോ. ഇപ്പൊ എഴുതാതിരിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ടീച്ചർമാര് ശ്രദ്ധിക്കും. അതുപോലെ തന്നെ പുറകിലേക്ക് പോകുന്തോറും മറ്റുള്ള കുട്ടികളോട് സംസാരിക്കാനും കല്ലുപിടിക്കാനൊക്കെ ആയിട്ടുള്ള ചാൻസ് ഉണ്ട്. ഫ്രണ്ടിലാകുമ്പോ ടീച്ചറിന്റെ ആ ശ്രദ്ധ കിട്ടുമ്പോ കുറച്ച് ഒതുങ്ങിയിരിക്കുകയും ചെയ്യും, കുറച്ച് ശ്രദ്ധിക്കുകയും ചെയ്യും. അങ്ങനെ വെച്ച് നോക്കുമ്പോ ഓക്കെ. അപ്പൊ അതാണ്, അതായത് ടീച്ചർമാരുടെ ശ്രദ്ധ കൂടുതൽ കിട്ടാനായിട്ടും അതുപോലെ തന്നെ ബോർഡ് കുട്ടികൾ കാണുന്നതിന് വേണ്ടിയിട്ടാണ് പാരന്റ്സ് എപ്പോഴും അവരുടെ കുഞ്ഞുങ്ങള് ഫ്രണ്ടിൽ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ കുട്ടികൾക്ക്, ചില കുട്ടികൾക്ക് എന്ന് പറഞ്ഞാല് കണ്ണിന് ചിലപ്പോൾ തകരാറുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ചെവിക്ക് കണ്ണിന് കാഴ്ചക്കുറവോ ചെവിക്ക് കേൾവി പ്രശ്നമോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കുട്ടികൾ എന്ത് ചെയ്യാം? ചിലപ്പോ മുമ്പിലായിട്ട്, അതായത് ഫ്രണ്ട് സീറ്റുകളിലായിട്ട് ഇരുത്തേണ്ടി വരും. അപ്പോ കുട്ടികളെ മുന്നിൽ ഇരുത്തുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള രീതികളാണ് ഫോളോ ചെയ്യുന്നത്. നമ്മുടെ സ്കൂളുകളിൽ ഫോളോ ചെയ്തു വരുന്ന തരത്തിലുള്ള രീതികളെ കുറിച്ചിട്ടാണ് ഇതിനകത്ത് പറയുന്നത്. ഒന്നെന്ന് പറഞ്ഞാല് ഹൈറ്റ് ഓർഡർ ആണ്. ഹൈറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഹൈറ്റ് ഓർഡർ ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ? Sitting arrangement should have to be changed once in every week. Starting from the four corners, it can be arranged in two ways, rows or columns. So 4 into 2,
8 ways. ഇവിടെ പറയുന്നത് കുട്ടികളുടെ ഉയരം അനുസരിച്ചിരുത്തുന്ന രീതിയാണത് ഹൈറ്റ് ഓർഡർ എന്ന് പറയുന്നത്. ഇത് ആഴ്ചയിൽ ഒരിക്കലും മാറ്റണം എന്ന് പറയുന്നുണ്ട്. ആഴ്ചയിൽ ഒരിക്കലും എന്ത് വേണം, ഇതിന് മാറ്റം വരുത്തണം. അതായത് എല്ലാ കുട്ടികളെയും എല്ലാ കാലത്തും ഒരേപോലെ ഇരുത്താനായിട്ട് പാടില്ല. ഹൈറ്റ് അനുസരിച്ചിട്ടാണ് ഇത് ഇരുത്തുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ ആഴ്ചയിൽ വരുത്തണം. അല്ലെങ്കിൽ എപ്പോഴും എന്ത് പറ്റും, ഹൈറ്റ് കൂടുതലുള്ള കുട്ടികളെ എപ്പോഴും ബാക്ക് ബെഞ്ചിൽ ഇരിക്കും, ഹൈറ്റ് കുറവുള്ള കുട്ടികളെ എപ്പോഴും ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കും. ആ ഒരു രീതി ശരിയാണോ? നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ഇല്ല. ഇല്ല അല്ലേ? എനിക്കും അതിനോട് യോജിക്കില്ല. പക്ഷെ എനിക്ക് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഹൈറ്റ് ഓർഡറുമായി ബന്ധപ്പെട്ട്. കാരണം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഒരു ഹൈറ്റ് ഓർഡർ ഒന്നും നമ്മുടെ ഹൈസ്കൂളിലോ അല്ലെങ്കിൽ UP സെഷനിലോ അല്ലെങ്കിൽ LP ഒന്നും നിലവിൽ വന്നിട്ടില്ല. ഞാനൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ. ഹയർ സെക്കൻഡറിയിലൊക്കെ വരുന്ന സമയത്താണ് എനിക്ക് കുറച്ചും കൂടി ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഈ ഹൈറ്റിനനുസരിച്ച് എനിക്ക് കുറച്ച് ഹൈറ്റ് ഉണ്ട്. അപ്പൊ ഹൈറ്റിനനുസരിച്ച് നോക്കുമ്പോൾ എപ്പോഴും ഞാൻ ലാസ്റ്റ് ബെഞ്ചിലാണ് ഇരിക്കുക. ഈ ലാസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികളുടെ പ്രശ്നം എന്താ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവർക്ക്? ബോർഡ് കാണാൻ പറ്റില്ല ചില കുട്ടികൾക്ക്. കാണാൻ പറ്റില്ല. പിന്നെ എഴുതുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് അവർക്ക് കിട്ടില്ല. ചിലപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഒന്നും കൂടി റിപ്പീറ്റ് ആയിട്ട് അല്ലെങ്കിൽ മനസ്സിലാവാത്തതൊക്കെ ഉണ്ടാവും അല്ലെ? മനസ്സിലാവോ? ചിലപ്പോൾ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ക്ലാരിറ്റി കുറവ് എന്തെങ്കിലും ഉണ്ടാവോ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന ആളുകൾക്ക്? ഉണ്ടാവോ അല്ലെ? അപ്പോ ഇതെന്ന് പറയുന്നത് അതായത് ഹൈറ്റ് അനുസരിച്ച് ഹൈറ്റ് കൂടുതലുള്ള ആൾ എപ്പോഴും ബാക്കിലും ഹൈറ്റ് കുറവുള്ള ആളുകൾ എപ്പോഴും ഫ്രണ്ട് ബെഞ്ചിലുമാണ് വരിക. ഈ രീതി ഇങ്ങനെ പിന്തുടർന്ന് പോയി കഴിഞ്ഞാല് ലാസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികളുടെ പഠനത്തിന് അത് കാര്യമായിട്ട് ബാധിക്കും. ഓക്കെ, ചില കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾക്ക് എപ്പോഴും ബാക്കിലേക്ക് ഇരിക്കാനാണല്ലോ ഇഷ്ടം. കാരണം ടീച്ചർമാരുടെ ശ്രദ്ധ അധികം കിട്ടില്ല. പക്ഷെ ബാക്ക് ബെഞ്ചേഴ്സിനെ പിടിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട് കേട്ടോ, അത് വേറെ കാര്യം. ഇപ്പൊ കുട്ടികൾക്ക് എപ്പോഴും ബാക്ക് ബെഞ്ചിൽ ഇരിക്കാനാണ് കൂടുതൽ ഇഷ്ടം വരിക. പക്ഷെ ഇങ്ങനെ ഡെയിലി അവരിങ്ങനെ ഇരിക്കുന്നത് വഴി അവർക്ക് ആ പഠനത്തോടുള്ള ശ്രദ്ധ കുറയാനും അതുപോലെ കോൺസെൻട്രേഷൻ ഒക്കെ കുറയാനുള്ള കാരണത്തിന് ഇടയാക്കുകയും കുട്ടി പഠിക്കാൻ കുറച്ച് എന്താ പറയാ ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പൊ ഇതിന് പ്രതിവിധിയായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആഴ്ചയിൽ ഒരിക്കല് കുട്ടികളെ മാറ്റുന്നത്. അതായത് ബെഞ്ച് വൈസ് ആയിട്ട് മാറ്റും. അപ്പൊ ലാസ്റ്റ് ബെഞ്ചിലിരുന്ന കുട്ടി അടുത്ത വീക്കാകുമ്പോൾ ഫ്രണ്ട് ബെഞ്ചിൽ വരും, സ്വാഭാവികമാണ്. പിന്നെ ഒരാഴ്ച അവിടെ തന്നെ ഇരിക്കേണ്ടി വരും. അങ്ങനെ റൊട്ടേഷൻ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എല്ലാ കുട്ടികൾക്കും ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. ആ രീതിയല്ലേ നല്ലത്? ആണോ? ആ രീതിയാണ് നല്ലത്. പക്ഷെ ഇപ്പൊ എനിക്കെന്ന് പറയുമ്പോ എനിക്കൊക്കെ ഇത്തിരി പൊക്കം കുറവാണ്. എന്നെക്കാൾ പൊക്കമുള്ള പിള്ളേരെ ഞങ്ങൾക്ക് എല്ലാ ഇങ്ങനെ റൊട്ടേഷൻ ഉണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോ കാണാൻ പറ്റില്ല. ബെഞ്ചിൽ ബാക്കിലൊക്കെ പോകുമ്പോ ഒരു സാധനം കാണാൻ പറ്റില്ല. എണീറ്റ് നിന്നിട്ട് എഴുതണത്. അതും കുറെ അറ്റത്തേക്ക് ആവുമ്പോഴത്തേക്കും കാണാൻ പറ്റില്ല. അപ്പൊ പിന്നെ ടീച്ചർമാരോട് പറയും അടിയിട്ട് എഴുതണ്ട, കാണാൻ പറ്റില്ല എന്ന് പറയും. വേറെ നിവർത്തിയില്ല. പക്ഷെ ഇങ്ങനെ ഫ്രണ്ടിലിരിക്കുമ്പോ പൊക്കം കൂടുതലിരിക്കുമ്പോ നമുക്ക് ഇങ്ങനെ അപ്പൊ അവരോട് പറയും ഇത്തിരി നീങ്ങോ, ഇത്തിരി ഒതുങ്ങോ, ഇത്തിരി ചരിയോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ, അപ്പൊ അവർക്കും ദേഷ്യം വരിക. അവരെഴുതിക്കൊണ്ടിരിക്കുമ്പോ നമ്മ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് അവർക്കും ബുദ്ധിമുട്ട്. പക്ഷെ നമുക്കും കുറെ ഒന്നും കാണാൻ പറ്റുള്ള അങ്ങനത്തെ കുറെ പ്രശ്നങ്ങള് അങ്ങനെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഹൈറ്റ് ഓർഡറിൽ ആഴ്ചയിൽ ഒരിക്കല് ഇത് മാറ്റണം എന്ന് പറയുന്നുണ്ട്. പിന്നെ 4 കോർണറുകളിൽ നിന്ന് ആരംഭിച്ചിട്ട് റോസ് അല്ലെങ്കിൽ കോളംസ് ആയിട്ടാണ് അത് ക്രമീകരിക്കുന്നത്. 4 കോർണറിൽ നിന്നും അതായത് അങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടാണ് കുട്ടികളെ ക്രമീകരിച്ചിരുത്തുക എന്നുള്ളതാണ് അവിടെ പറയുന്നത് കേട്ടോ. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ആൽഫബറ്റിക്കൽ ഓർഡർ ആണ്. ആൽഫബറ്റിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അറേഞ്ചിങ് ദ സ്റ്റുഡൻസ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ വി ക്യാൻ മേക്ക് ഫ്രം to sit from the 4 corners in 2 ways. അതായത് കുട്ടികളുടെ ആൽഫബറ്റ്സ്, അതായത് അവരുടെ പേരുകൾ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഹാജർ രജിസ്റ്ററിലുള്ള അറ്റൻഡൻസ് രജിസ്റ്ററിലുള്ള പേരുകളുടെ ക്രമത്തിൽ അവരെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അപ്പൊ ആദ്യത്തെ 10 കുട്ടികളെ ആദ്യത്തെ 2 ബെഞ്ചുകളിലായിട്ട് ഇരുത്തും. അതിനുശേഷം അതായത് ആദ്യത്തെ 10 കുട്ടികൾ എങ്ങനെയാണ് അറ്റൻഡൻസ് രജിസ്റ്ററിൽ കിടക്കുന്നത്, ഇപ്പൊ എ വെച്ചിട്ട് എ കഴിഞ്ഞിട്ടല്ലേ ബി, അങ്ങനെ ഓരോരോ ഒരു ക്രമം ഉണ്ടല്ലോ, അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, കുട്ടികളെ ഇരുത്തുന്നത്. അതിനെ നമുക്ക് ആൽഫബറ്റിക്കൽ ഓർഡർ എന്ന് പറയാം. ഇവിടെ കുട്ടികളുടെ പേര് വെച്ചിട്ടാണ് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നത്, അറേഞ്ച് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ,
അറ്റൻഡൻസ് ഓർഡർ. സോറി, ഇത് ഞാൻ മാറിപ്പോട്ടെ. ആൽഫബറ്റിക്കൽ ഓർഡർ എന്ന് പറയുന്നത് കുട്ടികളുടെ പേരനുസരിച്ചിട്ടാണ്. ഇനി അറ്റൻഡൻസ് ഓർഡർ എന്ന് പറയുമ്പോൾ അറ്റൻഡൻസ് രജിസ്റ്ററിലെ ക്രമം അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, കുട്ടികളെ അറേഞ്ച് ചെയ്യുന്നത്. ഇനി നാലാമത്തേതെന്ന് പറഞ്ഞാൽ റാങ്കിങ് മെത്തേഡ്സ് ആണ്. റാങ്കിങ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഇത് കൂടുതലും എന്താ പറയാ, സക്സസ്ഫുൾ അല്ലാത്തൊരു ഫാക്ടറാണ്. അതായത് ചില സ്കൂളുകളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള രീതികൾ ഉപയോഗിക്കുന്നത്. ഇത് പക്ഷേ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു രീതി കൂടിയാണെന്നാണ് പറയുന്നത്. കാരണം കുട്ടികളുടെ റാങ്ക് അനുസരിച്ച് അവരുടെ മേടിച്ച മാർക്കിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോ നല്ല രീതിയിൽ 100-ൽ 100 മേടിച്ച കുട്ടിയെ ഫ്രണ്ടിൽ ഇരുത്തുന്നു, 100-ൽ 10 മേടിച്ച കുട്ടിയെ ബാക്കിൽ ഇരുത്തുന്നു. ആ ഒരു രീതിയാണ് എന്ത് റാങ്കിങ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇത് നല്ല രീതിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ റാങ്കിങ് മെത്തേഡ്സ്? തോന്നുന്നുണ്ടോ? അല്ല. ഈ റാങ്കിങ് മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്താൽ എന്തൊക്കെ ബാഡ് എഫക്റ്റ് ആണ് ഉണ്ടാവുക സ്കൂളുകളില്? ഒരു ഇത് തോന്നും നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, അങ്ങനെ ഒരു തോന്നലുണ്ടാവും. ഓക്കെ. പിന്നെ പിന്നെന്താണ്? ടീച്ചേഴ്സ് കൂടുതൽ ഫ്രണ്ടിലിരിക്കുന്നവരുടെ കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പൊ കുറച്ചും കൂടെ മാർക്ക് കൂടുതലുള്ള ആകുമ്പോ ആ ഒരു കൺസിഡറേഷൻ ഉണ്ടാവും ചില ടീച്ചർമാർക്ക്, എല്ലാവർക്കും അല്ല, ചിലവർക്ക് ഉണ്ടാവും. അവരെ വെച്ചിട്ട് ഇങ്ങനെ പൊക്കി പറയുകയൊക്കെ ചെയ്യുമ്പോൾ ബാക്കിയുള്ള പിള്ളേർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ അവരെ ഇങ്ങനെ പൊക്കി പറയുമ്പോൾ അവര് ശ്രദ്ധയോടെ ഇരിക്കും, ബാക്കിലുള്ളവര് അതിനനുസരിച്ച് കുറച്ചും കൂടെ അവരവരുടേതായ ലോകത്ത് നിൽക്കും. കൂട്ടം കൂടി ചേർന്ന് സംസാരിച്ചിട്ടും ഒക്കെ അങ്ങനെ അവരുണ്ടല്ലോ പിന്നെ ഇതിനെ നമ്മള് എന്നുള്ളൊരു കുശുമ്പുണ്ടാവും അവരെ പൊക്കി പറയുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും. അതെ. ഇപ്പൊ ഇതിനകത്ത് ഏത് രീതിയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ആൽഫബറ്റിക്കൽ ഓർഡർ ആണോ, അറ്റൻഡൻസ് ഓർഡർ ആണോ, അല്ലെങ്കിൽ എന്താണ് റാങ്കിങ് ഓർഡർ ആണോ, ഹൈറ്റ് ഓർഡർ ആണോ? ഹൈറ്റ് ഓർഡർ. ഹൈറ്റ് ഓർഡർ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഓക്കെ ആണല്ലോ? ഓക്കെ. നെക്സ്റ്റ് നിങ്ങൾ റീഡ് ചെയ്തോളൂ യൂണിഫോംസ്.
അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യാം, ഇതൊന്ന് സെമിനാർ ആയിട്ടൊന്ന് പ്രസന്റ് ചെയ്യണം കേട്ടോ. മനസ്സിലായോ പറഞ്ഞത്? യൂണിഫോംസ് ഉണ്ടല്ലോ, യൂണിഫോംസിനെ കുറിച്ച് ഒരു സെമിനാർ പ്രസന്റ് ചെയ്യാം. അതുപോലെ തന്നെ ജാപ്പനീസ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്ലാസ്, ഹീറോ ഹീറോയിൻ മേക്കിംഗ് ക്ലാസ്, അതിനെ കുറിച്ചും ചെറിയ രീതിയിൽ ഒരു സെമിനാർ ആയിട്ട് പ്രസന്റ് ചെയ്യുക. അങ്ങനെ 2 ടോപ്പിക്കും സെമിനാർ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യണം. എല്ലാവരും ചെയ്യണം കേട്ടോ. ഓക്കെ, എല്ലാവരും ചെയ്യില്ലേ? 2-3 പേര് മാത്രമായിട്ട് എന്ത് ചെയ്യരുത്. എല്ലാവരും നിർബന്ധമായിട്ട് ചെയ്യണം. കുറച്ചു പേരെ ക്ലാസ്സിൽ കയറുന്നുള്ളൂ, അതുകൊണ്ട് കയറുന്ന ആളുകൾ മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കുക. ജാപ്പനീസ് ടൈപ്സ് ഓഫ് സ്പെഷ്യൽ ക്ലാസ് എന്താണ്, അതിന്റെ ബെനിഫിറ്റുകൾ എന്താണ്, അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഒന്ന് കണ്ടുപിടിച്ചിട്ട് വരിക. അതുപോലെ തന്നെ യൂണിഫോംസിനെ കുറിച്ച് കേട്ടോ. ഓക്കെ അല്ലേ? അസൈൻമെന്റ് ആണോ മിസ്? അസൈൻമെന്റ് ആയിട്ടാണ്? അസൈൻമെന്റ് അല്ല, ആക്ടിവിറ്റി ആയിട്ട് ചെയ്താൽ മതി കേട്ടോ. അസൈൻമെന്റ് ബുക്കിൽ എഴുതിയാലും മതി നിങ്ങള്, എന്നിട്ട് അതിനെ കുറിച്ച് സെമിനാർ പ്രസന്റ് ചെയ്യാനല്ലേ. ശുഭ കേട്ടോ? ചെയ്തിട്ട് വരിക കേട്ടോ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ നമ്മള് അടുത്ത ക്ലാസ്സും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ തീരും. ഇതിനകത്ത് നിന്ന് അപർണ മിസ് ഗുഡ് മാനേഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ചാപ്റ്റർ വേറെ ടീച്ചേഴ്സ് ആരെങ്കിലും എടുത്തിട്ടുണ്ടോ അതിനകത്ത് നിന്ന്? പാർട്ട് 4 ഓർമ്മയുണ്ടോ? ഗുഡ് മാനേഴ്സ് 7th ചാപ്റ്റർ മാത്രമല്ലേ എടുക്കാനുള്ളൂ? 8 ഒക്കെ കഴിഞ്ഞോ? ഗുഡ് മാനേഴ്സ് ഒക്കെ കഴിഞ്ഞായിരുന്നോ? അപർണ മിസ് എടുത്തു. ഗുഡ് മാനേഴ്സ് എടുത്തു. ഓക്കെ, പിന്നെ റിപ്പോർട്ടിംഗ്, പിന്നെ മാൻ ആൻഡ് എൻവയോൺമെന്റ് ഒക്കെ അപർണ മിസ് എടുത്തു. അതൊക്കെ എടുത്തു. മാൻ ആൻഡ് എൻവയോൺമെന്റ് ഒക്കെ എടുത്തല്ലേ? ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ സെമിനാർ പ്രസന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്തോട്ടെ. വൈൻഡപ്പ് ചെയ്യുവാണ് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.